ഹലോ എവ്രി വൺ. ഇന്ന് മാങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ ഒഴിച്ച് കറിയും പിന്നെ പൊട്ടാറ്റോ ഉപ്പേരിയുമാണ്. ഇതപ്പോൾ ഒരു മാങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നാളികേരം എടുത്തു, കുറച്ച് ജീരകം, 2 പച്ചമുളക്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മാങ്ങ തോല് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനിയിപ്പോൾ തൈരാണ് ആഡ് ചെയ്യേണ്ടത്. പുളിച്ച തൈരാണെങ്കിൽ 2-3 സ്പൂൺ മതി. പുളി നോക്കിയിട്ട് പുളിയുടെ അനുസരിച്ചിട്ട് തൈര് ആഡ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് കടുകും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും, പിന്നെ നമുക്ക് ഉപ്പ് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാത്തിലും പിടിച്ചോളും. ഉപ്പും ചേർത്ത് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോഴത്തേനും പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിക്ക് നമ്മുടെ മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ പെപ്പർ പൗഡറുമാണ് ആഡ് ചെയ്യുന്നത്. സിമ്പിളുമാണ്, ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയും കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോട്ടെ. അപ്പോഴത്തേനും ഇവിടെ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മോരിൻ്റെ കറിക്ക് എന്തിനാണെങ്കിലും നമ്മൾ ഉലുവ കുറച്ച് ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഉലുവയും ഈ കടുവറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ചുവന്ന മുളകും കരിവേപ്പിലയും അവിടെ അതാവുമ്പോഴത്തേനും ഇവിടെ പച്ചമണയ്ക്ക് പോയി പൊടിയുടെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയ്ക്ക് ഒന്ന് പിടിക്കണമല്ലോ. അപ്പോഴത്തേനും ഇവിടെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളവും മിക്സി പാത്രം തന്നെ കഴുകി ആ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ പതഞ്ഞ് വന്നാൽ മതി. ഉരുളക്കിഴങ്ങിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അടച്ചങ്ങോട്ട് വേവിക്കാം. അപ്പോൾ മാങ്ങയുടെ കറി എന്ത് എളുപ്പമാണ്, ജസ്റ്റ് അരച്ച് കടുവർക്ക് വേണ്ടു. ഉപ്പേരിയും നമ്മുടെ പൊട്ടാറ്റോ ഉപ്പേരിയും സിമ്പിൾ ആൻഡ് ഈസി. അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉച്ചയൂണിന് മാങ്ങ ഒഴിച്ചു കറിയും റെഡിയായിട്ടുണ്ട്. അവിടെ നമ്മുടെ ഉപ്പേരിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അധികം സമയം നമുക്ക് കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ല. വേഗം നമ്മുടെ പണി കഴിയുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസണും ആണല്ലോ. ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഞാൻ കരിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ സീസണൽ എന്താണ് ഫ്രൂട്ട് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. മാങ്ങ കൊണ്ട് ഒഴിച്ച് കറിയും പൊട്ടാറ്റോ ഉപ്പേരിയും ഞങ്ങളുടെ ഉച്ച ഊണിന്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.